ചേട്ടൻ നമുക്ക് ഇതിനെപ്പറ്റി ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നതാണ്. സ്നേക്ക് വൈൻ ഈസ് വെരി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഇറ്റ് ഹാസ് എ വെരി ഹൈ ഡീറ്റോക്സിഫിക്കേഷൻ എഫക്റ്റ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ ചേട്ടനെ പാമ്പിനെ പിടിക്കാൻ വേണ്ടി പോകട്ടെ. ഓടേണ്ടി വരുമോ? ഇതൊക്കെ ജീവനുള്ള പാമ്പാണ്. ദിസ് സ്നേക്ക് നെയിം കോബ്ര. ഓ this one cobra, two cobra. വിഷപ്പാമ്പാട്ടോ. നമ്മൾ വിചാരിക്കുന്നത് വിഷപ്പെല്ലൊക്കെ കളഞ്ഞ പാമ്പാണ്, ഒരിക്കലല്ല. ഈ ചാക്കിലുണ്ട് കേട്ടോ. ദിസ് വൺ കോബ്ര. അടുത്ത സഞ്ചി. എന്ത് കോബ്ര കേട്ടോ സഞ്ചിയിൽ. സ്നേക്കിൻ്റെ എന്താ പറയുക, ജെനിറ്റൽ പാർട്സ് വെച്ചിട്ടുള്ള മദ്യട്ടാ. അതിൻ്റെ ആന്തരിക അവയവം വാറ്റിയുണ്ടാക്കിയ മദ്യം എന്നാണ് ഉദ്ദേശിച്ചത്. ഹലോ, ഗുഡ് മോർണിംഗ്. വിയറ്റ്നാമിൽ നിന്ന് പുതിയൊരു പുലരിയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഈ ഹനോയ് എന്ന് പറയുന്ന ഓൾഡ് ക്വാർട്ടറിലെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലുള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ പോയാൽ സ്നേക്ക് പാമ്പുകളെ ഇട്ട് വാറ്റുന്ന ഒരു മദ്യ ഫാക്ടറി ഉണ്ട്. അതൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോകണം. അത് ഈ ഹനോയ് ടൗൺ നമ്മൾ താമസിക്കേണ്ട വന്നൊരു ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അതിൻ്റെ പുറമെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ വിയറ്റ്നാമിൻ്റെ കാഴ്ചകൾ നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. ജാഫർ ഇവിടെ ഉണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങനെ ഫ്രഷ് ആയതാണ്. സമയം ഏകദേശം 9:30 മണി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ജാഫറ, ഇതായി പോലെ എവിടുന്ന ചായ കുടിക്കണേ? ചായ, കോഫി? വിയറ്റ്നാമിലെ ഒരു ബാർബർ ഷോപ്പിലുള്ളത് കേട്ടോ, ഓൾഡ് ക്വാർട്ടറിലെ. ഇവിടെ ഷേവിങ് ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ആർക്കും താടില്ലല്ലോ. പിന്നെ ഹെയർ കട്ടിങ് മാത്രമേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 ചെയറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരാളിങ്ങനെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ഇനി ഈ കടയിൽ ഷേവിങ് ഇല്ല എന്നാണോ പറഞ്ഞതെന്ന് അറിയില്ല. വിയറ്റ്നാം മൊത്തം ഇല്ലാത്ത കാര്യമാണോ ഇയാൾ പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും മുടി വെട്ടാൻ 1,50,000 റുപ്യാണ് വിയറ്റ്നാം ഡോങ്. 1,50,000 വിയറ്റ്നാം ഡോങ്ങാണ് ചാർജ്. അപ്പോൾ രാവിലെ തന്നെ വിയറ്റ്നാമിൻ്റെ തെരുവിലൂടെ നടക്കുക കേട്ടോ. വിയറ്റ്നാമിലെ ഓൾഡ് ക്വാർട്ടറിലെ തെരുവിലൂടെ അങ്ങനെ നടക്കുക. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആണ്, വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ റോഡിൽ ഈ നേരം കുറച്ചൊരു തിരക്കുണ്ട്. കടകളൊക്കെ ഇങ്ങനെ ഓപ്പണായി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇവിടെ ചേച്ചി എന്താണ്, നാരങ്ങയാണോ നെല്ലിക്കാണോ അറിയില്ല, സൈക്കിളിൽ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകും. ഇത് ചവിട്ടുന്ന റിക്ഷയാണ് കേട്ടോ, ഡൽഹിയിലൊക്കെ ഉള്ള പോലെ. നമ്മളോട് ടൗണൊന്ന് കറക്കണോ ചോദിക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സർക്കിൾ കേക്ക് കയറിയതാട്ടോ. CK എന്താ ഉള്ളത് നോക്കട്ടെ. ഇന്നത്തെ ഫസ്റ്റ് സർക്കിൾ കെ എന്നാട്ടാ. അപ്പോൾ അവർ നമ്മളെ ഭക്ഷണം ബോയിൽ ചെയ്യുന്നുണ്ട് ഈ ഓവനിൽ വെച്ചിട്ട്. പിന്നെ ഇവിടെ കോഫി പറഞ്ഞാൽ കൂൾ കോഫി, ഐസ് കോഫി എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ സർക്കിൾ കെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ പിന്നെ ബോയിൽ ചെയ്തിട്ടുള്ള പിന്നെ റൈസ് അല്ല, നൂഡിൽസ് പോലെ സംഭവം. അതും ബീഫും ചെറിയൊരു സോസും കുറുമയൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് ജസ്റ്റ് ഇറങ്ങി. ഇവിടെ അടുത്ത് എഗ്ഗ് കോഫി കിട്ടുമെന്നാണ് അറിഞ്ഞത്. എഗ്ഗ് കോഫി പറഞ്ഞാൽ പിന്നെ ഒരു സ്പെഷ്യൽ കോഫിയാണ് ഈ ഓൾഡ് ക്വാർട്ടർ ഹനോയ് ഭാഗത്തൊക്കെ ഉള്ളത്, വിയറ്റ്നാമിലുള്ള. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഈ ഒരു കടയിലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതിൻ്റെ മെനു കാർഡ് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ കടയിലാണ് എഗ്ഗ് കോഫി കിട്ടാൻ തോന്നുന്നുട്ടാ. അപ്പോൾ ഇവിടെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോഫിയാണ്. വിയറ്റ്നാമിൽ വന്നാൽ എല്ലാവരും പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവമാണ്.
നോക്കാം. ഈ ഷോപ്പിലേ എഗ് കിട്ടിയില്ല കേട്ടാ. വേറെ എവിടെ നോക്കട്ടെ, അത് കിട്ടുന്ന ഷോപ്പ് ഏതാണെന്ന് തപ്പി നോക്കാം. അപ്പോൾ ഞങ്ങൾ എഗ്ഗ് കോഫി കുടിക്കാനേ വന്നിട്ട് ഒരു കോഫി ഷോപ്പിലാണ് കയറി കേട്ടാ. അപ്പോൾ ഇവിടെ ഒരു ചേച്ചിയാണുള്ളത്, കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിൽ കയറിയിട്ടുണ്ട്. എഗ്ഗ് കോഫി പറഞ്ഞാൽ എന്താ സംഭവം, മുട്ടിട്ടുള്ളൊരു കോഫിയാണ്. അപ്പോൾ അത് മസ്റ്റ് ട്രൈ ആണ് വിയറ്റ്നാമിൽ വന്നാൽ. ഇവിടെയൊക്കെ ഓരോരുത്തരിങ്ങനെ കോഫി കുടിക്കാൻ വേണ്ടി കാഴ്ച കാണാം. ഇതാണ് നമ്മൾ എഗ്ഗ് കോഫി കുടിക്കാൻ വേണ്ടി കയറിയ കട, കോഫി തോയ് അതാണ് ഇതിൻ്റെ പേര്. ഇവിടെ കുറേ ചേട്ടന്മാരെ ബിയറും കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഏകദേശം 10 മണി ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് കോഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വിയറ്റ്നാമിൽ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഗതിയാണ് എഗ്ഗ് കോഫി. കോഫി ബീനൊക്കെ ഇവിടെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ചേച്ചിയാണ് കോഫി ഉണ്ടാക്കി തരണം കേട്ടോ. ഇവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് കോഫി. ഞങ്ങൾക്ക് എഗ്ഗ് കോഫി ഉണ്ടാക്കാൻ വേണ്ടി മുട്ട അടിക്കണ കാഴ്ച കേട്ടോ. ഈ ചേച്ചിയാണ് നമുക്ക് കോഫി ഉണ്ടാക്കി തരുന്നത്. കോഫി ബീൻസ് ഇവിടെ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. പലതരം കോഫി ബീനും ഉണ്ട്. നല്ല ഫ്ലെയിമൊക്കെ ചെയ്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എഗ്ഗ് കോഫിൻ്റെ റേറ്റ് ഇതാ. എഗ്ഗ് കോഫി 35,000 ഡോങ്കാണ്. ഏകദേശം നാട്ടിലൊരു 120 റുപ്യക്ക് വരും. പിന്നെ പലതരം കോഫികളുണ്ട്. ഹോട്ട് ഐസ്ഡ് ബ്ലാക്ക് കോഫി 25,000 ഡോങ്ക്. അതാണ് ഏറ്റവും നോർമൽ കോഫി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത എഗ്ഗ് കോഫി എത്തിയിട്ടുണ്ട് കേട്ടോ. കഴിച്ചോക്കട്ടെ, എന്താ അവസ്ഥ അറിയില്ല. എഗ്ഗ് കോഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പിന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിച്ചോക്കട്ടെ, അടിപൊളിയാണ്. ഒരു ഐസ്ക്രീമൊക്കെ തിന്നുന്ന ഒരു ഫീലിംഗ് ആണ്. അടിപൊളി കോഫിയാണ്. എഗ്ഗ് കോഫി ഇങ്ങനെ നമുക്ക് വായിലിട്ടിട്ട് ഇറക്കുമ്പോഴാണ് ആ കോഫിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ സാധാരണ ഒരു ഐസ്ക്രീം തിന്നണ പോലെയാണ്. ചൂട് പറഞ്ഞാൽ വലിയൊരു ചൂടൊന്നുമില്ല, ഒരു മീഡിയം ചൂടിലാണ് ഇത് തരുന്നത്. ഞങ്ങൾ കോഫി കുടിക്കാൻ കയറിയ ആ ഷോപ്പിൻ്റെ പുറത്ത് ഈ ഒരു എന്തോ ഒരു കേബിളാണ്, അതിന്മേൽ ഒരു കൂട് തൂക്കിയിട്ട് അതിലൊരു കുരുവി ഒരു അലങ്കാരത്തിന് വെച്ചാട്ടോ പുറത്താണ് തൂക്കിയിട്ടുള്ളത്. ആ ഒരു കേബിളിൻ്റെ മുകളിൽ നമ്മുടെ നാട്ടിലൊക്കെ സർവീസ് വയർ പോകലോ അതേപോലെ ഒരു കേബിളാണ്. അതിലാണ് ഇപ്പോൾ ഈ കുരുവിക്കൂട് വെച്ചത്. ഇപ്പോൾ ഞങ്ങൾ വിയറ്റ്നാമിൽ വന്നിട്ട് ഒരു മോട്ടോർ ബൈക്ക് റെൻറ്റിന് എടുക്കുക കേട്ടോ. ഈ ഒരു വണ്ടിയാണ് നമ്മൾ എടുക്കുന്നുണ്ട്, ലിബർട്ടി. 1.5 ലക്ഷം ഡോങ്കാണ്. ഏകദേശം നാട്ടിലൊരു 450 റുപ്യക്ക് വരും. അപ്പോൾ ഈ ഒരു ആളെടുത്തു നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. 2 ഹെൽമെറ്റ് കിട്ടും. അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ ബൈക്കായിട്ടാണ് വിയറ്റ്നാമിൽ നമ്മൾ തള്ളി നീക്കുന്നുണ്ട് കേട്ടോ. പെട്രോള് നമ്മൾ എക്സ്ട്രാ അടിക്കണം. പെട്രോൾ അല്ല കേട്ടോ, ഇവിടെ ഗ്യാസോലിൻ എന്ന് പറയും. പെട്രോളിന് പകരം ഗ്യാസോലിനാണ്. ഇതാണ് ഹെൽമെറ്റ്. അപ്പോൾ ഇനി ബൈക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിയറ്റ്നാമിൽ ഇറങ്ങുന്നത്. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായി കാരണം. അപ്പോൾ ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ബൈക്ക് വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിയറ്റ്നാമിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ബൈക്കിൽ കറങ്ങിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഇയാൾ ആ ബൈക്ക് എടുത്തു കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റ് കളറ് ബൈക്കാണ്. അപ്പോൾ 2 ഹെൽമെറ്റൊക്കെ മുപ്പത് എടുത്തു തരാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബൈക്ക് കേട്ടോ. പിന്നെ 2 ഹെൽമെറ്റ് തരുന്നുണ്ട്. നമ്മൾ ചട്ടിത്തൊപ്പി പോലുള്ളൊരു ഹെൽമെറ്റാണ് ഇത്. ലിബർട്ടി അങ്ങനെ ഒരു കമ്പനിയാണ്. പിന്നെ നമ്പറാണിത് 29X7000894. ഞങ്ങളേ ഇന്നലെ രാത്രി ട്രെയിൻ സ്റ്റേറ്റിക്ക് വന്നിരുന്നു, ഹനോയിലുള്ള. അപ്പോൾ ഇന്നലെ രാത്രി ട്രെയിനൊന്നും കണ്ടില്ല. അപ്പോൾ ഇന്ന് പിന്നെ രാവിലെ പിന്നെയും വന്നു. ഇപ്പോൾ ഒരു ട്രെയിന് വരാനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാഴ്ച ഒന്ന് പോയേക്കാം. ഇതാണ് ട്രെയിനിൻ്റെ സ്ട്രീറ്റ് കേട്ടോ. വിയറ്റ്നാമിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ട്രീറ്റാണ് ട്രെയിൻ സ്ട്രീറ്റ്. അപ്പോൾ അതിൻ്റെ കാഴ്ച ഒന്ന് കണ്ടോക്കാം. അതിൻ്റെ ഇടയിൽ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൻ്റെ നടുക്കൂടിയാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ എന്തായാലും ആ കാഴ്ച ഒന്ന് കണ്ടാൽ കുറേ വാഹനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആരും നിൽക്കണില്ല. അപ്പോൾ
ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്, ട്രെയിൻ കാത്തിക്കാണ്. ഇതാണ് ഇവിടുത്തെ ട്രെയിൻ സ്ട്രീറ്റ് കേട്ടോ. വേൾഡ് വൈഡായിട്ട് ഫേമസ് ആണ് വിയറ്റ്നാമിലെ ട്രെയിൻ സ്ട്രീറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ട് ഭാഗത്തും റെസ്റ്റോറൻറ്റുകളാണ്. അതിൻ്റെ നടുക്കൂടിയ റെയിൽപ്പാളും ട്രെയിനൊക്കെ വരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ട്രെയിന് വരുമ്പോൾ അതൊക്കെ മടക്കി വെക്കും, ഈ ടേബിളും ചെയറും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് വിയറ്റ്നാമിൽ ഇവിടെ മാത്രമേ ഉള്ളൂ, ഹനോയിൽ. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് വിദേശികൾ ഈ ഭാഗത്തുണ്ട്. ഇഷ്ടംപോലെ കോഫി ഷോപ്പുകൾ, അതുപോലെ ബിയർ പാർലറുകളൊക്കെ ഈ ഭാഗത്തുണ്ട്. നല്ല വൈബാണ്. അപ്പം ഇങ്ങനെ എല്ലാം ആക്റ്റീവായി നിൽക്കുകയാണ്. ഇവിടെ എത്തിയാൽ ഈ കോഫി ഷോപ്പിൻ്റെ ആളുകൾ നമ്മൾ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തൂട്ടാം. ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കുടിക്കണം എന്നാണ് ഇവർ പറയുന്നത്. കോഫിയോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്കോ എന്തെങ്കിലുമൊക്കെ കുടിച്ചാൽ മതി. നോ താങ്ക്സ്. ഇവരിങ്ങനെ നമ്മൾ ആനയിക്കണം അവരുടെ ഷോപ്പിക്ക്. ഇപ്പോൾ ഒരു ട്രെയിന് വരാണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്, 11:40. അപ്പോൾ അത് വരുമ്പോൾ ഉള്ള ഒരു കാഴ്ച നമുക്ക് കാണാം. പിന്നെ ഇവിടെയൊക്കെ വിയറ്റ്നാമിൻ്റെ ഫ്ലാഗുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്രിസ്മസ് ആവുമല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങൾ അത് വേറെയുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, യൂറോപ്യൻസാണ് കൂടുതലായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞങ്ങൾ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ട്രെയിന് പാസ് ചെയ്തു കേട്ടോ. ഇനി 4 മണിക്കാണ് വണ്ടിയുള്ളത്. ഞാൻ നേരത്തെ വരാൻ പറ്റുമോ നോക്കാം. ഇന്നലെ രാത്രി ഇതേപോലെ വന്നപ്പോൾ നമുക്ക് ജസ്റ്റ് മിസ്സാണ് ട്രെയിൻ. ഞങ്ങൾ വേറൊരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോയി നോക്കട്ടെ, അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് ഹനോയിലെ ട്രെയിൻ സ്ട്രീറ്റിൻ്റെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഞങ്ങളെ ട്രെയിൻ സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങാട്ടാ. ഈ സമയം ട്രെയിന് വരണില്ല. ഇനി 1 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ സമയം നമുക്കില്ല. 12 മണി ആയിട്ടുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂർ പിന്നെ ഇവിടെ പോസ്റ്റായി നിൽക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ പോയാലേ നമുക്ക് പാമ്പുകളെ ഇട്ട് വാറ്റിയ മദ്യമൊക്കെ കിട്ടുന്നൊരു ഫാക്ടറിയുണ്ട്. അതൊന്ന് കാണാം. മദ്യം കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, നമുക്കിങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകൾ വീഡിയോയിൽ എടുക്കാനുള്ള രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഞങ്ങളെ ബൈക്കിൽ എണ്ണ അടിക്കാൻ വേണ്ടി ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ കയറിയാട്ടെ. വിയറ്റ്നാമിലെ പെട്രോൾ പമ്പാണിത്. അപ്പോൾ ഇവിടെ എത്ര വില എന്ന് ചോദിച്ചാൽ ലിറ്ററിന് ഒന്നും ഒരു ഐഡിയ കിട്ടണില്ല. അങ്ങനെ നമ്മുടെ സ്കൂട്ടറിൽ ഗ്യാസോലിൻ ഫില്ല് ചെയ്യാണ്. 1 ലിറ്ററാണ് പറഞ്ഞത്. 1 ലിറ്ററിന് ഏകദേശം 50 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ഞങ്ങളെ ഹനോയ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 9-10 കിലോമീറ്റർ സഞ്ചരിച്ച് ഇപ്പോൾ സ്നേക്കിനിട്ട് വാറ്റിയ വൈൻ്റെ മാനുഫാക്ചറിങ്, ആ വൈനൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഈ കാണുന്നതാ, ഈ പതാക കാണുന്നതാ, ഇതാണ് അങ്ങോട്ട് ആ വീടല്ല, വീടാണോ ഒരു വൈൻ ഷോപ്പാണോ എന്തോ അറിയില്ല. പോയി നോക്കട്ടെ, ഉള്ളിൽ കയറിയില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. ജാഫറുണ്ട്, പിന്നെ നമ്മൾ സ്കൂട്ടർ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിലാണ് വന്നത്, ഹനോയ് ടൗണിൽ. അപ്പോൾ ബാക്കി കാഴ്ച ഉള്ളിൽ പ്രവേശിച്ച് കാണാം. നല്ല വിശപ്പാമ്പുകളിട്ട് വാറ്റിയ മദ്യമാണ്. അപ്പോൾ ഞങ്ങൾ മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യല്ല. പിന്നെ മദ്യം കഴിക്കൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ അത് നമുക്ക് ഓർമ്മയിൽ വേണം. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് ഇതൊരു ഗല്ലിയിലാട്ടോ. ചിങ് താങ് സ്നേക്ക് ഗാർഡൻ, ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ചിങ് താങ് സ്നേക്ക് ഗാർഡൻ. അപ്പോൾ ഉള്ളിൽ പോയോട്ടെ, ആരും കാണുന്നില്ല. പെർമിഷൻ ചോദിച്ചിട്ട് വേണം ഷൂട്ട് ചെയ്യാം. ഇവിടെ ഇതിൻ്റെ ബോർഡ് കാണാം കേട്ടോ. ഈ ഒരു വില്ലേജ് വരികയാണെങ്കിൽ സ്നേക്ക് ഗാർഡൻ എന്താ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ എഴുതി വെച്ചുള്ളത്. എന്താണോ പിന്നെ വിഷപ്പാമ്പുകൾ മദ്യത്തിലിട്ട് വാറ്റിയ മദ്യം ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. എന്തായാലും പോയി നോക്കട്ടെ. ഇവിടെ തുറന്ന് വിട്ടാക്കണം അറിയില്ല.
ഇത് വിയറ്റ്നാമിസ് ഓറഞ്ചാണ്. നമ്മൾ വഴിയിലെ സ്ട്രീറ്റിലൊക്കെ കണ്ടില്ല, ആ ഓറഞ്ചാണിത്. അപ്പോൾ ഇവിടെ പുറത്തോടെ വിഷപ്പാമ്പ് ഉണ്ടെങ്കിൽ പണിയാവും. കോബ്ര എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ചേട്ടന് ഇവിടെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ഓണർ. അപ്പോൾ ഇങ്ങനെ വന്ന് കയറുമ്പോൾ തന്നെ ഇത് ഏത് പാമ്പാണെന്നറിയില്ല, മഞ്ഞമ്മൽ ബ്ലാക്ക് കളറൊക്കെ ഉള്ളൊരു പാമ്പ്. തലയാണ് ഈ കിടക്കുന്നത്. അവിടെ കോബ്ര എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ചെറിയൊരു പേടിയുണ്ട് കേട്ടോ, അവിടെ ഇവിടെ നിലത്ത് ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതൊക്കെ പാമ്പാണ്. ഈ ചട്ടിയിൽ കിടക്കുന്നതാണ്, ഇതൊക്കെ സ്നേക്കാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പാമ്പിനെ ഇട്ട് വെച്ച മദ്യങ്ങൾ ഇവിടെ കാണാം. സുഹൃത്തുക്കളെ, നമ്മൾ വിയറ്റ്നാമിലെ ഹനോയിൽ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു ഉൾഗ്രാമത്തേക്ക് എത്തിയ കേട്ടോ. ഇവിടെ വിഷപ്പാമ്പുകളെ വാറ്റിയ മദ്യം ഇവിടെ ലഭിക്കും. മദ്യം നമ്മൾ പ്രൊമോട്ട് ചെയ്യല്ല, നമ്മൾ കൗതുകത്തിൽ ഷൂട്ട് ചെയ്യാണ്. മദ്യം കഴിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണ്. അപ്പോൾ മദ്യത്തെ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ, നമ്മളിങ്ങനെ കൗതുകം കണ്ടപ്പോൾ ഷൂട്ട് ചെയ്യാണ്. ഇവിടെ ധാരാളം വിഷപ്പാമ്പുകളുണ്ട്. ഈ കൂട്ടിലൊക്കെ കോബ്ര ഉണ്ട്, പിന്നെ വെള്ളിക്കെട്ടുണ്ട്. ആ കാണുന്നത് കിങ് കോബ്ര ആണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ സാധനം അതിങ്ങനെ നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുക. പിന്നെ ഈ കുപ്പിയിലൊക്കെ സ്നേക്കിന് ഇത് ഇതാട്ടോ കോബ്ര ആണ്. കോബ്രനെ ഇട്ട് വെച്ച മദ്യമാണ്. ഏകദേശം 2 വർഷത്തോളം ഇതിനെ ഈ മദ്യത്തിൽ ഇട്ടുവെച്ചിട്ടാണ് ഇതിന് വീര്യം കൂട്ടുന്നത്. മൂപ്പര് നമ്മളെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താ സംഭവം നോക്കട്ടെ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഭരണിയിലാക്കി വെച്ച്. ഇതൊക്കെ ഒരുപാട് വർഷം, ഏകദേശം 2 വർഷം മിനിമം ഇതിൽ അടച്ചു വെച്ചതാണ്. വിയറ്റ്നാമിൽ വന്നാൽ ഇങ്ങനത്തെ കാഴ്ച കാണാൻ കഴിയുള്ളൂ കേട്ടോ. ഇത് കുടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ നമ്മൾ മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യണില്ല കേട്ടോ. മദ്യം ശരീരത്തിന് ഹാനികരമാണ്. അങ്ങനെ കൗതുകം കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തു. ഇത് മൂർഖനാണ്, മൂർഖൻ്റെ വായൊക്കെ നമുക്ക് കാണാം. ഈ ചേട്ടൻ്റെ ഒരു വീടാണ് തോന്നുന്നു. ഇവിടെ കുക്ക് ചെയ്യാനുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഇനി കുക്ക് ചെയ്യാനാണോ ഇത് വാറ്റാനോ ഉപയോഗിക്കുന്നതാണോ എന്താ അറിയില്ല. പിന്നെ ഈ ടേബിളിലൊക്കെ മദ്യ ബോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, അതിലൊക്കെ പാമ്പാണുള്ളത്. ചേട്ടന് മദ്യ ഗ്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ മദ്യം കുടിക്കുന്നുള്ള രീതിയിൽ എല്ലാം കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ഈ ചേട്ടനെ പാമ്പിനെ പിടിക്കാൻ വേണ്ടി പോകട്ടോ. ഓടേണ്ടി വരുമോ? ഇതൊക്കെ ജീവുള്ള പാമ്പാണ്. ദിസ് സ്നേക്ക് നെയിം കോബ്ര. ഓ this one cobra, two cobra. വിഷപ്പാമ്പാട്ടോ. നമ്മൾ വിചാരിക്കുന്നത് വിഷപ്പല്ലൊക്കെ കളഞ്ഞ പാമ്പാണ്, ഒരിക്കലല്ല. അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഓടി കഴിച്ചില്ല, അതാ നല്ലത്. ഈ ചാക്കിലുണ്ട് കേട്ടോ. ദിസ് വൺ കോബ്ര. അടുത്തത് സഞ്ചി. എന്ത് കോബ്ര കേട്ടോ സഞ്ചിയിൽ. കണ്ടമാനം കേട്ടോ. ഓൺലി കോബ്ര. മൂർഖനിട്ടിട്ടോ അതൊക്കെ വാറ്റിന്. ഇയാളെ ഇത് കണ്ടാൽ തന്നെ ഒരു പേടി വരും. കാരണം അങ്ങനത്തെ ഒരു ഏരിയ ആണുള്ള. വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്തേക്കണം, കുറേ വാഹനങ്ങളുണ്ട്. ജീവനുണ്ടല്ലേ? ജീവനുണ്ട്.
തല ഒന്നിച്ചല്ലോ നെയിം Panda Kara. Panda Kara. പാൻഡോ നല്ല നീളം കിട്ടാ ചുരുങ്ങിയത് 3 മീറ്ററൊക്കെ ഉണ്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കണം കയറ് കിടക്കണേ തലാണ് ഈ കാണുന്നത് കോബ്ര No. Tiger snake. ടിങ്കർ സ്നേക്ക് വെനമസ് നോ വെനം No. ദിസ് വൺ Tiger Same. snake. The same. ചേട്ടൻ നമുക്ക് ഇതിനെപ്പറ്റി ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നതാണ് സ്നേക്ക് വൈൻ ഈസ് വെരി ഗുഡ് ഫോർ യുവർ ഹെൽത്ത് ഇറ്റ് ഹാസ് എ വെരി ഹൈ ഡീറ്റോക്സിഫിക്കേഷൻ എഫക്റ്റ് എന്നാണ് പറയേണ്ടത് ഇത് പിന്നെ ഈ വെനം ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ശരീരത്തിലെ ടോക്സിസിറ്റി ഒക്കെ പോകുമെന്നാണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത് മൂപ്പർക്ക് ഇംഗ്ലീഷ് കുറച്ചേ അറിയുള്ളൂ അപ്പോൾ മൂപ്പർ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് പറഞ്ഞു തന്നതാണ് മൂപ്പർ പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാണ് ദിസ് വൺ ദിസ് ഈസ് കോബ്ര ഫാറ്റ് ആണ് കേട്ടോ കോബ്രൻ്റെ കൊഴുപ്പ് എന്നാണ് സിസ്റ്റർ ഇറ്റ് ഈസ് എ വെരി വെൽ അല്ല മൂപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറിയതാണ് This is cobra fat, which is very effective in treating Sister. burns. അതെ പൊള്ളലിന് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കും ഈ കോബ്രൻ്റെ കൊഴുപ്പ് അതാണ് ഈ ബോട്ടിലുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ മൂപ്പർ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ മൂപ്പര് തുറന്ന് കാണിച്ചു തരാം ഇതാണ് കോബ്രൻ്റെ ഫാറ്റ് ഓക്കെ താങ്ക് യു ദിസ് ഈസ് ദ ജെനിറ്റൽ ഓഫ് എ സ്നേക്ക് സ്നേക്കിൻ്റെ എന്താ പറയുക ജെനിറ്റൽ പാർട്സ് വെച്ചിട്ടുള്ള മദ്യട്ടാ അതിൻ്റെ ആന്തരിക അവയവം വാറ്റിയുണ്ടാക്കിയ മദ്യം എന്നാണ് നമുക്ക് ഉദ്ദേശിച്ചത് അതുതന്നെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങൾ മൂപ്പർക്ക് ഒരു 30,000 ഡോൺ കൊടുത്തുട്ടാ മൂപ്പരിങ്ങനെ ഇതൊക്കെ വെച്ച് ഇരിക്കുകയല്ലേ മൂപ്പർക്ക് സന്തോഷമായിക്കോട്ടെ ഞങ്ങൾ മദ്യമൊന്നും കുടിച്ചിട്ടില്ല മൂപ്പര് നമുക്ക് സഹകരിച്ച് തന്നതല്ലേ പിന്നെ ഇവിടെ ബോൺസായി മരങ്ങൾ കാണാം കേട്ടോ മൂപ്പരൊരു എന്താ പറയുക ഗാർഡനാണത് അപ്പോൾ ആരെങ്കിലുമൊക്കെ വിയറ്റ്നാമിൽ വരികയാണെങ്കിൽ ഈ ഒരു കൗതുകമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണണം പിന്നെ നമ്മൾ സന്തോഷിച്ച് മൂപ്പർക്ക് എന്തെങ്കിലും കൊടുക്കുക കാരണം മൂപ്പർ ഇത്രയും സ്നേക്കുകൾ അതിൽ വളർത്തുന്നുണ്ട് അതിനൊക്കെ തിന്നാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ സ്നേക്ക് ഗാർഡനിൽ പോവാട്ടോ ഇവിടെയൊക്കെ മൂപ്പര് ബോൺസായി മരങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം കുറേ ബോൺസായി മരങ്ങൾ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഞങ്ങൾ ഈ സ്നേക്ക് ഗാർഡനിൽ പോവാട്ടോ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ സഞ്ചരിച്ച് ഹനോയിക്ക് തന്നെ പോകണം നമ്മുടെ റൂമിൻ്റെ ആണ്ട് ഇന്ന് ഫുള്ള് നമ്മൾ ഈ ഓൾഡ് ക്വാർട്ടറിലെ കാഴ്ചകൾ തന്നെയാണ് ഉള്ളത് നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് ജാഫർ നമ്മളെ വണ്ടിയിലുണ്ട് അപ്പോൾ ഓക്കെ